പരിപാലനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കൃപകളെ നമ്മൾ ഓർക്കാം. നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇന്നത്തെ ആരാധന ഏറ്റവും അനുഗ്രഹമാകേണ്ട നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ മക്കളാകുന്ന ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്തു വരുന്നു. നീ ഞങ്ങളുടെ സങ്കേതവും ബലവും ഞങ്ങൾ ആശ്രയിക്കുന്ന ഞങ്ങളുടെ ദൈവമായിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ ചിറകിൻ്റെ മറവിൽ നീ ഞങ്ങളെ മറച്ച് അവിടുത്തെ സുസ്ഥിരമായ കരത്തിൽ ഞങ്ങളെ ഭദ്രമായി സൂക്ഷിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം ആത്മീയവും ഭൗതികവുമായ സകലതും നൽകി തന്ന് ആരോഗ്യത്തോടും ബലത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും ഇന്ന് പകൽക്കാലം ദൈവസന്നിധി കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ കൃപകളെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് ദൈവം നൽകിയ നന്മകളെ ഞങ്ങൾ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോട് തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്നത്തെ ആരാധനയെ കർത്താവ് ആദ്യം മുതൽ അവസാനം വരെ ഉള്ള എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ശുശ്രൂഷയും നിർവഹിക്കുവാൻ കർത്താവെ അങ്ങയുടെ മക്കളെ ദൈവകൃപയാൽ നിറച്ചുകൊള്ളണമേ. ഞങ്ങൾ ആത്മാവിൽ പാടുവാനും ആത്മാവിൽ പ്രാർത്ഥിപ്പാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾ സന്തോഷിപ്പാനും ഇന്ന് പകൽ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടാകുന്നതുകൊണ്ട് സ്തോത്രം. ആരാധനയ്ക്ക് ശേഷം നടക്കുന്ന ജനറൽ ബോഡി മീറ്റിങ്ങിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ചിന്തിക്കുവാനും പ്ലാൻ ചെയ്യുവാനും ഒക്കെ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ഇനിയും വരുവാനുള്ളവരും എത്രയും വേഗം എത്തുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവിൻ്റെ എല്ലാ കൃപകൾക്കും ഉപകാരങ്ങൾക്കുമായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് എല്ലാവർക്കും കൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവിൻ നാമം മധുരന്റെ നാമം എന്നുള്ള പാട്ട് എല്ലാവർക്കും അറിയുന്ന പാട്ടാണല്ലോ. യേശുവിൻ്റെ നാമം ആണ് മേലായ നാമം. വാനാതിവാണം ഭൂമികൾക്ക് അന്യമായ നാമമാണ്. ശത്രുവിൻ്റെ കോട്ടകളെ താർക്കുന്ന നാമമാണ്. നമുക്ക് ജയം നൽകുന്ന നാമമാണ്. അതിന് മേലായ ഒരു നാമവുമില്ല. നമുക്കത് ഹൃദയത്തിൽ ധ്യാനിച്ച് നമുക്ക് മനസ്സിലാക്കാം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. അരിമള തൈലം പോലെ യേശുവിൻ നാമം, ആരെങ്ങും വാസന വീശിടും നാമം. അരിമള തൈലം പോലെ യേശുവിൻ നാമം, ആരെങ്ങും വാസന വീശിടും നാമം. യേശുവിൻ നാമം
ഓർത്തുപാടുവാൻ ശ്രമിപ്പാൻ ഈ ലോകത്തിലൊരു സാവകാശം നമുക്ക് നൽകി. നമ്മൾ മൗനമായിരിക്കാതെ നമ്മുടെ അതിരുകളെ തുറന്ന് നമുക്ക് ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ നമ്മുടെ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നത് ഹല്ലേലൂയ യഹോവയെ സ്തുതിപ്പാനാണ്. അവൻ സ്തുതികൾക്ക് യോഗ്യനാണ്. ഹല്ലേലൂയ സകല മാനത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ നമുക്ക് ഒന്നിച്ച് ആരാധിക്കാം. ഒരുപാട് പാടിയിട്ടുണ്ട് സ്തുതിക്കാൻ കഴിയുന്ന പാടാമല്ലോ. അനുഗ്രഹത്തിൻ ആധിപതിയേ ആനന്ദ കൃപ പേരും നദിയേ അനുഗ്രഹത്തിൻ ആധിപതിയേ ആനന്ദ കൃപ പേരും നദിയേ ആയുധീനം Bye.
നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ സ്ഥലങ്ങളെ ദൈവസന്നിധിയിൽ വണക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന സർവശക്തന്റെ വലിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ആമേൻ. ആ ദൈവത്തിന്റെ പ്രസൻസിൽ രാവിലെ സമയം അനുഭവിച്ചറിയുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് വിടുതൽ തരുന്ന ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അത് നമുക്ക് കർത്താവിനോടുള്ള ധൈര്യമാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അവയുള്ളതൊക്കെയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. ഇതുപോൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ആദ്യമായി നമുക്ക് പ്രാർത്ഥന വിഷയം നമ്മുടെ ചർച്ച് ഫാമിലിയെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഫോർ ചർച്ച് ഫാമിലി. ഞാനിവിടെ ഓരോരുത്തരുടെ പേരുകൾ പറയുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓരോ ഫാമിലിയും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പാസ്റ്റർ നെൽസൺ പി ജോൺ ആൻഡ് സിസ്റ്റർ ആനി ജോൺ ആൻഡ് റെവറൻഡ് ജോൺ തോമസ് ആൻഡ് സിസ്റ്റർ എലിസബത്ത് തോമസ്, ഈ ഫാമിലിയെ, ഈ പാസ്റ്ററിന്റെ ഈ രണ്ട് ദേവദാസന്മാരുടെ കുടുംബത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ പ്രിയ അച്ചായൻ പി എം തോമസ്, നമ്മുടെ അമ്മച്ചി ഏലിയാമ്മ തോമസ്, ഇവരെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ബ്രദർ ഡേവിഡ് ജോൺ ആൻഡ് സിസ്റ്റർ ജെസ്സി എം തോമസ് ആൻഡ് ബവീന തോമസ്, ഈ ഫാമിലിയെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. Sister Annie, Philippa, Brother Prasad, and Brother Pinny and family, and Feva. ഈ ഫാമിലിയെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. Brother Abraham Kurian and Mini Kurian and Fesikuti Matai, Ashley and Ayusha. ഈ ഫാമിലിയെ അതിനുള്ള ഭവനത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ ജസ്റ്റിനെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ ഫാമിലിയെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ചെറിയ ഒരു കൂട്ടമായി നമ്മളിവിടെ ആരംഭിച്ചെങ്കിൽ വരും ദിവസങ്ങളില് ഈ ചെറിയ കൂട്ടത്തെ ദൈവം അനുഗ്രഹിക്കും. ആ വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ച് ചുമല് കൊടുക്കുമെങ്കിൽ, ഒരുമിച്ച് നമ്മൾ ദൈവസ്ഥയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചിരിക്കുമെങ്കിൽ ദൈവം അത്ഭുതങ്ങള് വൻകാര്യങ്ങളെ നമുക്ക് ചെയ്യും. ദൈവത്തിൽ നമുക്ക് വൻകാര്യങ്ങളെ പ്രതീക്ഷിക്കാം. ദൈവത്തിന് വേണ്ടി നമുക്ക് വൻകാര്യങ്ങളെ ചെയ്യാം. ഈ പകൽക്കാലം നമ്മുടെ ഈ ചർച്ച് ഫാമിലികളെ ഓർത്തുകൊണ്ട് ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ സ്തുതിക്കുന്നു. Thank you for your presence, Lord. Hallelujah. 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 Amen. 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 മഹത്വത്തിന്റെ രാജാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. 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 അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. മഹത്വ കർത്താവേ, മഹത്വ കർത്താവേ, മഹത്വ കർത്താവേ, മഹത്വ കർത്താവേ.
ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ മധ്യത്തില് സിക്കായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, എന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വരുമെന്നല്ല, സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം കൊടുക്കുവാൻ ശക്തനായ ദൈവമാണ്. നമ്മുടെ ഇന്നർ ഓർഗൻസിനെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല എങ്കിലും അതിനെ എല്ലാം അതിന്റെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തി ആമീൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നത് കർത്താവാണ്, കർത്താവിന്റെ കരമാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ സങ്കീർത്തനത്തിൽ കൂടി പറയുന്നു, ഭയങ്കരവും അതിശയകരവുമായി നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു യഹോവ. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ നമ്മെ അറിഞ്ഞ ദൈവം, ഹല്ലേലൂയ, നമ്മളെ കണ്ട ദൈവം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ആശയ്ക്ക് വിരോധമായി ആശയോട് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏത് രോഗത്തിന്റെ പേരും അധികാരമുള്ള കർത്താവ് എന്റെ കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം കൊടുക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ പാസ്റ്റർ കെ ജെ മാത്യുവിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ സുമിയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പാസ്റ്റർ സാംകുട്ടി
സാൻകുട്ടിയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കും. ഈ പ്രിയപ്പെട്ടവര് കഴിഞ്ഞ ദിവസങ്ങളിൽ ലിസ്റ്റ് പ്രാർത്ഥിക്കുവാനായിട്ട് തന്നതാണല്ലോ. നമുക്ക് നമ്മുടെ വിഷയമായി ഏറ്റെടുത്ത് നമ്മളൊക്കെ ആരോഗ്യത്തോടെ നിൽക്കുന്നത് നമ്മുടെ കഴിവല്ല. നമ്മുടെ രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച തന്നു, നമ്മുടെ ചെവി കേൾക്കുവാനുള്ള ആരോഗ്യം തന്നു, നമ്മുടെ കരങ്ങളും കൈകാലുകളും ചലിപ്പിക്കുവാൻ ആരോഗ്യം തന്നു. എന്നാൽ നമ്മളെ കാട്ടിൽ നല്ലവരും നമ്മളെ കാട്ടിൽ ആരോഗ്യ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ഒക്കെ ഈ രാവിലെ എഴുന്നേറ്റപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. നമ്മുടെ മിടുക്കല്ല, നമ്മുടെ സാമർഥ്യമല്ല, ദൈവത്തിന്റെ കരുണ. അവനെ നമ്മുടെ സിക്കായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഈ വിഷയങ്ങളെ ഓർത്ത്, ഈ സിക്കായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഒരാൾക്ക് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. Hallelujah. Stotram, 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 stotram. Amen. Hallelujah, 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 hallelujah. Stotram, 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 stotram. Hallelujah, 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 hallelujah. Stotram, stotram, stotram. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. കർത്താവേ, പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കണ്ടുകൊണ്ട് കാണത്തക്ക പോലെ, ചെവി കൊണ്ട് കേൾക്കത്തക്ക പോലെ ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. അടുത്തതായി നമുക്ക് പെർസിക്യൂഷൻ കൂടി കടന്നു പോകുന്ന നമ്മുടെ ചർച്ചകളുണ്ടല്ലോ നമ്മുടെ നോർത്ത് ഇന്ത്യയുടെ ഭാഗത്ത്. കഴിഞ്ഞ ദിവസം എല്ലാവരും കേട്ടതാണ്. പ്രിയ സതീഷ് പാസ്റ്ററുടെ ചർച്ചയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രയാസത്തിലൊക്കെ ഇവർ കടന്നു പോകുന്നു. ഗവൺമെന്റ് ആ ചർച്ച് പൊളിക്കുവാനായിട്ട് അവരോട് പറഞ്ഞിരിക്കുകയാണ്. ആ ചർച്ചിന്റെ അവരുടെ ആദ്യത്തെ ചർച്ചിന്റെ ഹിസ്റ്ററി കേട്ടാൽ 52 ദിവസം കൊണ്ട് 12,000 ആൾക്കാര് ഒരു ആരാധനയിൽ കടന്നു വരുന്ന ചർച്ചാണ്. 52 ദിവസം കൊണ്ട് ദൈവകഥ പ്രകാരം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്ന ദൈവദാസനാണ് പ്രിയ പാസ്റ്റർ സതീഷ് കുമാർ. ആ ഒരു അവർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ചർച്ചില് അത് പൊളിക്കുവാനായിട്ട് അവിടെ നിയമം അവരെ അതിനുവേണ്ടി വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. എവിടെ സഭ ഉപദ്രവിക്കപ്പെട്ടുവോ, എവിടെ അടിച്ചമർത്തപ്പെട്ടുവോ, അവിടെയൊക്കെയും സഭ വളർന്നിട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ചർച്ചിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ അനേക ചർച്ചകൾ നമ്മൾ അറിയപ്പെട്ടും അറിവിൽപ്പെടാതെയുമുള്ള അനേക ദൈവദാസന്മാർ UP ജയിലുകളിൽ ഒരു തെറ്റും ചെയ്യാതെ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞതിന് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ദൈവദാസന്മാരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സിസ്റ്റർ പറഞ്ഞതുപോലെ അവരുടെ ഹോം ചർച്ചായ നാട്ടിലുള്ള മലങ്കര ചർച്ച് ഓഫ് ഗോഡിലെ ചർച്ചിൽ പ്രത്യേക മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ജനുവരി 25 മുതൽ 25-ന് നടക്കുന്നു. അത് ആ മീറ്റിങ്ങിനെ ഓർത്തുകൊണ്ട് അനേക ദൈവമക്കള് അല്ലെങ്കിൽ അനേകരെ ദൈവത്തെ കണ്ടുമുട്ടി സ്നാനത്തിലേക്ക് നയിക്കപ്പെടുന്ന മീറ്റിങ്ങുകളാക്കി നമ്മുടെ നാട്ടിലുള്ള ഓരോ മീറ്റിങ്ങുകളും തീരത്തക്കവണ്ണം നമുക്ക് ആ മീറ്റിങ്ങിനെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ 20-ാം തീയതി നമ്മുടെ പ്രിയ ട്രംപ് ഗവൺമെന്റ് അധികാരം ഏറ്റെടുക്കുകയാണല്ലോ. നമുക്കറിയത്തില്ല എന്താണ് സംഭവിക്കുന്നുള്ളത്. എന്നാൽ ഒന്നറിയുന്നു, ദൈവഗത പ്രകാരം മാത്രം ഭരണം കാഴ്ചവെപ്പാൻ നമുക്കൊരു പ്രമാണമുണ്ട്. ഈ പ്രമാണത്തിൽ നിന്ന് വിട്ട്
ഒരു കാര്യങ്ങൾ പോലും ഒരു ഭരണാധികാരിയും എടുക്കുവാൻ സമ്മതിക്കാതെ വേണം നമുക്ക് പ്രാർത്ഥിച്ചാൽ അതിന് മാർഗം തരും. ഹല്ലേലൂയ. അത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പ്രാർത്ഥനയ്ക്ക് കഴിയാത്ത ഒരു കാര്യമില്ല. ഈ രാജ്യത്തെ ഓർത്ത്, ഈ രാജ്യത്തിന്റെ നന്മകൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ്. ഈ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിനാൽ നിയമിക്കപ്പെട്ടവർ മാത്രം അതിന്റെ അധികാര സ്ഥാനങ്ങളിൽ വരുവാൻ, പ്രമാണങ്ങൾക്ക് വിപരീതമായി ഒരു അധികാരവും ഒരു ഭരണക്രമവും ഇവിടെ ഉണ്ടാകാതിരിക്കുവാൻ നമുക്ക് ഈ രാജ്യത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മളിപ്പോൾ കണ്ടാൽ കുറച്ച് ആൾക്കാരെ നമുക്കുള്ളൂ. എന്നാൽ ഞാൻ കാണുന്നു, വിശ്വാസ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്നു, ദൈവം അനേകരെ ഈ പട്ടണത്തിൽ നിന്ന് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ഒരു വലിയ കൂട്ടത്തെ ഈ ചർച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഈ ചർച്ചിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ഫാമിലിയെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിച്ചല്ലോ. വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ചിന് ആമേൻ ഹല്ലേലൂയ ഒരു സ്ഥലം ആവശ്യമാണ്, ആമേൻ ഫെസിലിറ്റി ആവശ്യമാണ്. ഇതൊക്കെ നമ്മൾ ദൈവകരങ്ങളിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ, കരങ്ങളെ ബലപ്പെടുത്തുവാൻ, അനേകരെ ഇതിലേക്ക് കൂട്ടിവരുത്തുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ഒരാള് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു ഹീലിംഗിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, പീഡനത്തിൽ കടന്നുപോകുന്ന സഭകളും സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം. വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോൾ അവരൊക്കെ വിടുവിക്കപ്പെടുവാനും പിന്നെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാനും ഓരോ ദൈവദാസന്മാരെയും ദാസിമാരെയും ആലയം എടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആലയം യേശു മാത്രം കർത്താവ് എന്ന് പറയുന്ന നാള് ഏറ്റവും അടുത്തിരിക്കാതെ അനേക ആത്മാക്കളെ നേടുവാനായിട്ട് വ്യഗ്രതയോടെ പ്രവർത്തിപ്പാതെ എല്ലാ ദൈവമക്കളെ ഒന്ന് സഹായിക്കുമാറാകണമേ എന്ന് അടിയങ്ങയോട് യാചിക്കുന്ന കർത്താവേ. അങ്ങയുടെ കരം അനുകൂലമാകണമേ കർത്താവേ. നിയമങ്ങളൊക്കെ മാറി മറിഞ്ഞും കടന്നു വരുമ്പോ കർത്താവേ, ദൈവമക്കളുടെ പ്രൊട്ടക്ഷൻ എക്കാലം കർത്താവ് ഹോം ചർച്ചിലെ കർത്താവ് നടത്തുന്ന കണ്ടക്ഷന് വേണ്ടി അത്ഭുത സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ ദൈവമേ ഒന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ട്രംപ് ഗവൺമെന്റ് ഭരണം ഏറ്റെടുക്കുന്നല്ല കർത്താവേ. ചെറിയ ദിവസങ്ങൾക്കുള്ളിലെ കർത്താവേ, എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അവരോടൊപ്പം ഇരിക്കുമാറാകണമേ. ഹല്ലേലൂയ. എല്ലാ ക്യാബിനറ്റ് മെമ്പേഴ്സിനോടൊപ്പം ഹല്ലേലൂയ. എല്ലാ ലീഡർഷിപ്പ് ചെയ്യുന്ന എല്ലാവരും പ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ കർത്താവേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങേക്കാലത്ത് കർത്താവേ അങ്ങേക്ക് വേണ്ടിയുള്ള റംജനിന്റെ അവിടെവിടെകളായിട്ട് ഒരുക്കുന്നുണ്ടല്ലോ കർത്താവേ. വിശ്വസ്തയോടെ പ്രാർത്ഥിപ്പാൻ കൃപ തരണമേ എന്ന് സാധ്യമില്ലെന്നോ നാഥാ, അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണമേ. 50 സ്റ്റേറ്റിനെ കർത്താവേ. ദൈവമേ, കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന രാജ്യങ്ങളെ അറിയുന്ന കർത്താവേ. ദൈവമേ, കാലിഫോർണിയയുടെ മനസ്സറിയണേ കർത്താവേ. അങ്ങയുടെ ഒരു കരം കർത്താവേ എന്ന് നീട്ടിയാൽ അസാധ്യം ഒന്നുമില്ല പിതാവേ. ദൈവമേ, അത്ഭുത സാക്ഷികളെ കേൾക്കുവാൻ കർത്താവ് സഹായിക്കും.
സഹായിക്കണം. അങ്ങ് വിടുവിക്കണമേ, അങ്ങയുടെ കരമൊന്ന് നീട്ടണമേ, വലിയ വിടുതലുകളെ കൽപ്പിക്കണമേ കർത്താവേ. അടികളെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക ആത്മാക്കൾ കടന്നു വരുവാൻ എന്റെ കർത്താവ് സഹായിക്കണമേ. അനേകരുടെ ആഗ്രഹങ്ങളൊക്കെ അറിയുന്നല്ലോ, അങ്ങ് തക്ക സമയത്ത് നന്നായി ചെയ്യുന്ന ദൈവമായിരിക്കാൻ നന്ദി കർത്താവേ. പണ്ടുപോകാതെ പ്രാർത്ഥിപ്പാൻ ദൈവകൃപയിൽ നിലകൊള്ളുവാൻ അനേകരെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ അങ്ങയുടെ കരങ്ങളിൽ എല്ലാവരും പ്രാർത്ഥന താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയാതിരെ സ്വർഗം കേട്ടതിനായിട്ട് നന്ദി. നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ച് എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി. പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല, എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി. പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനേക വിഷയങ്ങൾ കർത്താവിന്റെ സന്നിധി ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങളുടെ കാൽ വഴുതുമെന്ന് ഞങ്ങൾ തോന്നി, എന്നാൽ കാൽ വഴുതാതുകൊണ്ട് ഞങ്ങളെ താങ്ങി. കർത്താവേ, സ്തോത്രം. ഞങ്ങളെ പാറമേൽ ഉറപ്പിച്ചു നിർത്തിയ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ചർച്ച് ഫാമിലിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സിക്കായി ഭാരപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ലോക ഡോക്ടർമാര് രോഗം പഠിച്ചതാണ്, എന്നാൽ രോഗം ശീലിച്ചൊരു ദൈവം അടികൾക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. അവിടുത്തെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങൾ എവിടെയാണെന്ന് ഞങ്ങൾ അറിയത്തില്ല. ഹോസ്പിറ്റലിലാണോ, അമ്മേ കർത്താവിന്റെ മുറിക്കുള്ളിലാണോ, അവരുടെ സാഹചര്യം അറിയത്തില്ല ഞങ്ങൾക്ക്. എന്നാൽ അതിവേഗം എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടി ഈ പകൽക്കാലം സൗഖ്യം അവിടുന്ന് കൽപ്പിക്കണമേ കർത്താവേ. അടിയങ്ങളുടെ കുറവൊന്നും അത് തടസ്സമായിട്ട് നടക്കുന്ന മീറ്റിങ്ങിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണം. അനേകം പുതിയ ആത്മകൾ, പുതിയ സ്നാനങ്ങൾ നടക്കുവാനിടയാകണം. ഞങ്ങളുടെ പ്രിയ പല ചർച്ചകളും വളരെയധികം കർത്താവെ കഷ്ടതയിലും ആമേൻ കർത്താവെ പേർസിക്യൂഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നല്ലോ. നിന്റെ കുഞ്ഞുങ്ങളെ നീ ഇവിടുന്ന് ബലപ്പെടുത്തണം. പ്രത്യേകിച്ച് ചർച്ചയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിയമം കർത്താവ് മാറ്റി എഴുതി, വേഗം മാറ്റി എഴുതിയെന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങളോട് പറയുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആ രേഖ ഇവിടുന്ന് മാറ്റി എഴുതണം, അല്ലെങ്കിൽ നിയമം മാറ്റി എഴുതണം. അത് ദൈവത്തിന് കഴിയുമെന്ന് കർത്താവേ. ആ ചർച്ചകളെ ഓർത്ത് നോർത്ത് ഇന്ത്യയുടെ ഭാഗത്തുള്ള എല്ലാ ചർച്ചകളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ ഈ ചർച്ചയിൽ നിന്റെ കാര്യങ്ങൾ തരുന്നു. ഇതിന്റെ അതന്നെ സ്ഥാനമാക്കി കർത്താവേ. ഈ ഫോണില് ഈ കമ്പാഷനിക്ക് ചർച്ച ഒരു വലിയ അനുഗ്രഹമാകട്ടെ കർത്താവേ. ആ ജനം ഓടിക്കുന്നു, അവിടെ ദൈവ സാന്നിധ്യമുണ്ടെന്ന് ജനം അറിയത്തക്കതുപോലെ ദൈവദാസന്മാരെ, രണ്ട് ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും കരങ്ങളിൽ ശക്തിയായി ഉപയോഗിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെ ഉപയോഗിക്കണം. ഞങ്ങൾ കർത്താവേ 4 കോണിൽ 4 തൂണായി നിന്നുകൊണ്ട് ഈ ചർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം പരികാലങ്ങൾ ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ തിരിച്ചറിയിക്കട്ടെ കർത്താവേ. ഞങ്ങൾ ചർച്ച കൂടി ഞങ്ങളുടെ മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവനാമത്തിന് മാത്രമേ ഇടയാക്കണം. കൃപയിൽ പുതിയ പ്രാർത്ഥനകൾ കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ആമേൻ.
Lord and read Psalm 15. 15-ാമത്തെ സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താം. Psalm 15. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നാവ് കൊണ്ട് കരുണ പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരനെ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങി പോവുകയില്ല. Hallelujah. We thank you, Jesus, for the word of God. We thank you for the work of God. We thank you for your grace, and we thank you for your presence in our midst today. We lift your name up and we glorify your name. In Jesus' precious name we pray. Amen. Amen. Praise God. We thank God for another day, another opportunity the Lord has given us to come into His presence and to worship Him and to give Him our gratitude, our life, humbling our life in His presence and surrendering ourselves in His presence. Initially, as I reminded, we know what kind of devastation happened in California. People who worked a lifetime and whatever they had is all gone within a moment. And so many unexpected events and so many unexpected things are happening in this world. But we don't know why some of these things happen. We have no explanations, but we have to pray for those people. We have to pray for that area, for all those who lost and their properties, their earnings, and some of them lost their lives. And it's a very sad situation, and we have to ask our God to somehow provide for them. And I cannot even imagine going through a situation like that. But God had been good to all of us, and the Lord provided for us. He protected us. And this area is known for strong destructive winds. And we don't need fire, but there's a lot of destructive things all around us, regardless of where we live. And it is only because our God has His hands upon us and that we are here this morning. In this church, we wanted to spend time in prayer, and we wanted to get a small church. That is fine, but the work of God doesn't depends upon the size. That is my firm belief. But size is good. We need to increase our size. It will. But the work of God is seen where people earnestly seek God and His presence. And in this church, the Lord will work. And I believe in spending time in prayer. And I'm glad Brother Wilson took some time to lead us in prayer this morning, and that was a blessing. And we had the time to pray. We can always live with that little small message. That's my belief is that message don't have to be 1 hour long, because based on our understanding and our studies, my surveys, I found out people have very short span of attention. Their attention span is very short. So that is why I believe in saying things briefly. I don't want to elaborate things, 1 hour long messages. And some people take pride in it. Oh, I preached 1 hour. I preached 2 hours. So I don't take pride in preaching. I can preach 1 hour, 2 hours. I can just start saying stories after stories. It will go for hours and hours. But what matters is how much of what is said went into the hearts
and minds of the people. What are the main thing you want people to know? So I believe that our messages can be short, which is fine with me. And whenever we have gone for like Chicago prayer line, for example, where our Dr. Vinny Kurian preached once, and most of the time was spent in preaching. I always believe spending more time in prayer. If it is a prayer line, I like spending more time in prayer. So in this church, that is what the main emphasis in this church is, seeking the Lord through prayer. പ്രാർത്ഥനയ്ക്ക് അധികം പ്രാധാന്യം കൊടുക്കുക. പ്രസംഗം ഇച്ചിരി പറഞ്ഞാലും പ്രശ്നമില്ല. എന്നാൽ ദൈവത്തിൽ നമ്മോട് സംസാരിക്കാനുള്ള വചനങ്ങൾ നമ്മൾ അറിയണം. അതിന് ഇതിൽ പ്രാധാന്യതയുണ്ട്. ഇന്ന് നാം ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ളത് ഒരു ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി. എന്നാൽ ഈ ആഴ്ചയിൽ there is no confusion. We have a birthday. Our sister Annie Philip had a birthday. She celebrated. God has given her another year into her life, and we thank God for that. And let us continue to lift her up in our prayers, and this church wishes her and bless her life. And the Lord is using her the Lord has blessed her with so many different gifts, and she is using it for the glory of God. And sometimes we have the gifts, but we hide it. But if we receive the gift from God, we have to use it, and that is when it will increase and it will glorify God. So, with all that is said, we have a general body meeting that's going to happen momentarily, but we're going to complete our worship service. I will try to preach a little shorter sermon today. One thing that is happening about my message is I was supposed to preach this last week, and I'm going to preach it this week, but I'm only going to preach one point of it. Then I will preach the remaining things the following Sunday. Then I'm going to ask Sister to preach the following Sunday. Is that okay with you? Okay, I will preach next Sunday, then you do the following Sunday. Okay, so now it is time for us to take our offering, and Sister Bindu, are you singing? ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും എന്നാളിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും എന്നാളിന്മേലുണ്ട്. എന്റെ ഉള്ളം യാവിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാവിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. തന്നിൽ മാത്രം നോക്കിടുമ്പോൾ ശോഭിതരായി തീരും. ആയവർ മുഖം എല്ലാം ലജ്ജിക്കയില്ല. തന്നിൽ മാത്രം നോക്കിടുമ്പോൾ ശോഭിതരായി തീരും. ആയവർ മുഖം എല്ലാം ലജ്ജിക്കയില്ല. എന്റെ ഉള്ളം യാവിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാവിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. തന്നെ ആശ്രയിച്ചറിയും. തന്നിൽ ആശ്രയിച്ചിടുന്നു. ഭാഗ്യവേദിയോ യാതൊന്നല്ലവൻ അതെ ആശ്രയിച്ചറിയും. തന്നിൽ ആശ്രയിച്ചിടുന്നു. ഭാഗ്യവേദിയോ എന്റെ ഉള്ളം യാവിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാവിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. Hallelujah. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒരുക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന്റെ കരം അതിശയം പ്രവർത്തിക്കുന്ന കരമാണ്. ആ ദൈവകരം നമ്മെ ഇന്ന് ഒന്ന് സ്പർശിക്കുവാൻ, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തുന്നു. കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുവാൻ, ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങളെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമ്പൂർണമായി സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ അവസ്ഥകളെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ താല്പര്യങ്ങളെ അറിയുന്ന ദൈവം, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യത്തിൽ വാക്തത്വം പോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, കഴിഞ്ഞ ആഴ്ചയിൽ പ്രിയ ആനി സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഒരു പുതിയ വർഷം കൂടി നിന്റെ മകൾക്ക് കർത്താവ് ദാനം ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും ദൈവത്തിന്റെ ദാനമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവ് നിന്റെ ദാസിയെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ സഭയായി അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, ആരോഗ്യം കൊടുത്ത്, സന്തോഷം കൊടുത്ത്, ദൈവ കൃപയാൽ നിറച്ച് കർത്താവെ അനേകർക്ക് ഒരു അനുഗ്രഹ വിഷയമാക്കി കർത്താവ് തീർക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സഭയായി ഞങ്ങൾ നിന്റെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ പ്രസാദ് ബ്രദറിനെ ദൈവം അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. അവർക്ക് ദാനമായി കൊടുത്ത മകനെയും മകളെയും അവരുടെ കുടുംബത്തെയും കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ എല്ലാവരെയും നിറച്ചുകൊള്ളണമേ. പ്രത്യേകിച്ച് പ്രിയ മകൾ ബേബിയുടെ ജീവിതത്തിൽ ഭാവി കാര്യങ്ങളുടെ വിഷയത്തിലൊക്കെ നിന്റെ മക്കൾ ദൈവസന്നദ്ധയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. കർത്താവ് ഞങ്ങളുടെ ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ, താല്പര്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാകുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചില അടഞ്ഞിരിക്കുന്ന വാതിലുകളെ തുറന്ന് കർത്താവെ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്ന ദൈവം അത്ഭുതകരമായ ചില വാതിലുകളെ, വഴികളെ നിന്റെ മക്കളുടെ ജീവിതത്തിൽ തുറന്നു കൊടുക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രവർത്തിക്കുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഈ ഭവനത്തെ അവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, പ്രിയ ചായനെയും അമ്മാമയെയും അവിടുത്തെ കാര്യങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, വാർദ്ധക്യത്തിലും അവർ അധികം ഫലം കഴിക്കുവാൻ അവരെ ദീർഘായുസ്സോടും ആരോഗ്യത്തോടും കൂടി കർത്താവ് കാത്ത് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും കൊടുക്കണമേ. ദൈവകൃപ അവരുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ സഞ്ജീവ്രതനെയും ബിന്ദു സിസ്റ്ററിനെയും പവിനമോളെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഈ കുടുംബം വളരെയധികം ദൈവവേലയുടെ മുഖത്ത് ചെയ്യുന്ന എല്ലാ സാക്രിഫിഷ്യലായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവം അറിയുന്നത് കൊണ്ട് സ്തോത്രം. ഈ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ ദൈവം അറിയുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവെ, അവർ ഫേസ് ചെയ്യുന്ന പ്രയാസങ്ങളെ ദൈവം അറിയുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവെ, പ്രത്യേകിച്ച് ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ ഇൻഷുറൻസുമായിട്ട് നടക്കുന്ന ചില കാര്യങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തിക്കുന്ന കാര്യം പ്രവർത്തിക്കുവാൻ ഞങ്ങൾ ആ വിഷയം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തടസ്സങ്ങളെ നീക്കുന്ന ദൈവം, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം സകല തടസ്സങ്ങളെ നീക്കി അത്ഭുതകരമായ പ്രശ്നം പരിഹരിക്കുവാൻ ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മക്കളെ ദൈവം ആരോഗ്യത്തോടും ബലത്തോടും കൂടി സൂക്ഷിക്കണം. ആത്മീയമായി ഈ വർഷം അധികം മുന്നേറുവാൻ ദൈവം സഹായിക്കണം. പ്രിയ പതിനമോളെയും കർത്താവിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ പ്രിയ കുഞ്ഞിന്റെ പഠിത്തത്തിലും ആരോഗ്യത്തിലും എല്ലാ കാര്യത്തിലും ഈ വർഷം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ വിൽസനെ കുടുംബമായി അവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മക്കൾ കർത്താവിന്റെ വേലയിൽ അധികം വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കണമേ. അവർ താല്പര്യത്തോടുകൂടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും
അവർ കടന്നു പോകുന്ന ഭവനങ്ങളിൽ ദൈവത്തിന്റെ സമാധാനം വസിക്കുവാൻ, അവർ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിക്കുവാൻ അവരുടെ പ്രവർത്തനങ്ങളെ മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം. അവരുടെ വിദ്യാഭ്യാസത്തിലും ജോലികളിലും അവരുടെ ഭാവി കാര്യങ്ങളിലും എല്ലാം ദൈവത്തിന്റെ അത്ഭുതകരം പ്രവർത്തിക്കുന്നതുകൊണ്ട് സ്തോത്രം. പ്രിയമ്മച്ചിയെ കർത്താവ് സഹായിച്ച് അനുഗ്രഹിച്ച് ദൈവകൃപയാൽ നിറച്ച് ആരോഗ്യത്തോടും ബലത്തോടും സന്തോഷത്തോടും കൂടി കർത്താവ് നിലനിർത്തുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രിയ ജസ്റ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെ കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും കർത്താവിന്റെ കൃപയാൽ നിറച്ച് ദൈവസന്നിധി അധികം ദൈവകൃപയോടുകൂടി ജീവിക്കുവാൻ കർത്താവ് സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാട്ടിലായിരിക്കുന്ന പാസ്റ്റർ ജോൺ തോമസിനെ അവിടുത്തെ സന്നിധിയിൽ കുടുംബമായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം അവരെ സഹായിച്ച് അനുഗ്രഹിച്ച് ദൈവകൃപയാൽ നിറച്ചുകൊള്ളണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വേലയെ സ്നേഹിച്ചെടുത്തിരിക്കുന്ന സ്തോത്രകാഴ്ചയ്ക്കായി സ്തോത്രം. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന കർത്താവെ, ഈ സംഭാവനകളെ ദൈവം തന്നെ അനുഗ്രഹിച്ച് ഇതിലേക്ക് ഭാഗവാക്കുകളായി തീർന്ന എല്ലാവരുടെയും ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയും സ്വർഗത്തിന്റെ കലവറകളെ തുറന്ന് അവരുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒക്കെ നീങ്ങിപ്പോകുന്നത് വരെ അനുഗ്രഹത്താൽ നിറച്ചു കൊള്ളണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇനി അല്പസമയം അവിടുത്തെ വചനത്തിന് മുൻപാകെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ദൈവം തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. മാനുഷികമായ ആലോചനകളല്ല, ദൈവത്തിന്റെ ആലോചനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കേട്ട് ഞങ്ങളുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഞങ്ങൾ ക്രമീകരിക്കേണ്ടുന്ന പോലെ ക്രമീകരിക്കുവാൻ കർത്താവിന്റെ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയകാതുകളെ തുറക്കണമേ. വചനം അംഗീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് പ്രിപ്പയർ ചെയ്യണമേ. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരെയും അവിടുത്തെ സന്നിധി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നേരത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച രോഗികളുടെ വിഷയങ്ങളിലേക്ക് പ്രവർത്തിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവ് പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന് പ്രിയപ്പെട്ടവരെ കർത്താവ് വിടുവിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു കർത്താവെ. എല്ലാ അനുഗ്രഹങ്ങളാലും എല്ലാവരെയും നിറയ്ക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. Praise the Lord. Praise the Lord. So let us spend a few minutes before the Word of God, and initially our Bhavina Moll is going to read the scripture she read last Sunday. Isaiah chapter 43, verses 18 to 19. Forget the former things, do not dwell on the past. See, I am doing a new thing. Now it springs up, do you not perceive it? I am making a way in the wilderness and streams in the wasteland. Thank you. May the Lord add His blessings on the reading of the Word of God. Word of God is so powerful in our life, and there is a lot of power in the Word of God. So today, this message I prepared for a new year. This was supposed to be a new year message. So my hope was at that time preaching a message about accepting the new year with faith, hope, and purpose. That was the title I gave for this message. പുതിയ വർഷത്തെ പ്രതീക്ഷയോടും വിശ്വാസത്തോടും ലക്ഷ്യത്തോടും കൂടി സ്വീകരിക്കുക. That was something that I was trying to speak on. But now my message changed all of a sudden. It's no more New Year. New Year is already come and gone, and we are still in it. So this message is now going to change because the situations have changed. So based on this message, the scripture that we read, in this scripture, Prophet Isaiah is asking us to do something. He's asking us to forget. Do not remember means forget. Do not remember the former things. That means forget the former things. And then he's saying, it's the same thing actually. Do not consider
the things of old. That means old things, the past. So he is very powerfully reminding the people of Israel to do this. Forget the past. Forget the past. That is what I'm going to focus today. Forgetting the past. That is the only thing I'm going to speak. And then next week I will complete this message and then it will all come together. So you're only hearing a partial message today. So, during the Christmas time and the last Sunday of 24, I spoke about something from what Apostle Paul said. Apostle Paul said that one thing that I do, and that is that I am forgetting what lies behind me, and I'm doing one thing, I'm pressing forward, there is a goal. So that is the same meaning that prophet Isaiah is bringing. So that is what I'm going to compare all these things today. So we are reminded to forget the past. So this morning as we were coming here, as I was driving, I was having a little conversation with my wife, and I told her what I'm going to speak today. And I told her I'm speaking about forgetting the past. So she asked me, is it possible to forget the past? Because even if you want to forget the past, it keeps coming into your mind. So we cannot totally forget means, it doesn't mean that you cannot remember it. You cannot remember it. You will remember it. Because this is something, anything about your past is something that happened in your life. So it will come back in your memory. Even if you don't want to remember it, it will come back into your memory. So that is not what Prophet Isaiah is talking here. That don't bring anything into your memory, something that happened in the past. What Prophet Isaiah is talking here is the past has an impact on the present and the future. The past has an impact in the present and in the future. So what Prophet Isaiah is saying is, do not let the past impact your present and your future. There are some people who will just dwell on the past. There are all different kinds of people in the world. When you really study people, there are all different kinds of people in the world. And maybe one day I'll preach on those things too. And people, their personalities, everybody is not the same. How we are, people say we are wired differently. We have right brain people, left brain people. We have so many different kinds of people. And so what Prophet Isaiah was saying was, when you think about, when you reflect about your past and dwell on it, it is going to be a hindrance. It is going to be a hindrance for you. So when you look into the history of Israel, it's very simple to remember this. The history of Israel is such that God gave them a peaceful time. God gave them prosperity. Everything was going good with them. So that is one period in their life. And then what happened is suddenly they forgot about God. They neglected God. They neglected God's commandments. They thought the God of Israel is not great, but Baal is great. So these idols that we can see and this wickedness that we can enjoy now is more something that we need to spend our time with than just remembering and focusing on God. So that's their past. So now, from the time of prosperity, they went into a time where they began to do things that they wanted to do, that has nothing to do with God, and everything they did is all against God. Then the God in heaven sent some enemies into their life. So they came
and they either began to oppress them or they took them into captivity. So a peaceful time, a time when they were doing things that was not pleasing to God, and then a time they were paying for it. So this is actually a repeated history. And then when they got into that time frame, then they cry and they call out to God. They say, God, send us someone. Deliver us from this trouble. We will never again do any of these things. And so God will raise up either a judge or somebody, and they will come and deliver them. Then there is a time of peace and prosperity. Then comes a time where they abandon God. Then there comes a time again they are oppressed. So this is a repeated history of Israel. So when prophet Isaiah is talking to them, if they were to remember something, what are they remembering? They are remembering how they left their God. That's what they are remembering. So that is what they are going to be dwelling on. A time then when they were supposed to cling on to God, instead of clinging on to God and following what the Lord wanted them to do, they left the God completely and they went after other gods, and where God was displeased. That is all they can remember. So that's what prophet is saying, that don't remember all those. It's not time to remember something that happened in your life. Now you have no more control on it. But you have control on the future. So you have to remember something about the future. Your focus is not the past. Your focus is the future. The future. So now let us look at Apostle Paul. Apostle Paul said that I am going to forget what is behind me. And if he has to remember something, what he will remember? He will remember that he was a man who was very highly educated, and he was a Pharisee. There is a lot of credible things in his life that he can remember. And if he is still looking further, he also will remember a time when he was trying to destroy the church of God. He will see a time when he was persecuting Christians. He was trying to kill them, and he was trying to destroy this way. It was called the way. He was trying to destroy the way of Jesus Christ, the way of salvation, and anybody who stood for that way, he was an enemy of that. That is what he is remembering. So when he look at that and what he is feeling, sorrow in his heart, and so he's saying, I'm going to forget that. I'm not going to remember the bad things I did against the church and against God, but I am going to focus on what I can do for the church in the future and right now. That is why remembering the past is not always good, because the past is not going to be something that we cannot make any change to the past. We can never change the past. As a couple of years ago, when I was reading one book, it had a statement like this: the past is the precursor for the future. So people who dwell on the past, they cannot really have a good future, because they are always dwelling on the past. They are thinking about all the horrible things that they did or somebody did to them, and all the damages that happened in their life. And as we just dwell on the past, what are we really trying to do? We are trying to blame somebody for our past. Look into the life of Joseph. Look into the life of Joseph. Joseph, if he was to remember about his past, what is he remembering? He's remembering a good family, a good father who loved him more than his other sons. So, and because of that, there was jealousy in the house. And he's remembering that, and then suddenly he found himself out of that home, into the pits,
and he was being accused of things he never done, and then he is in jail, and things are happening in his life, and if Joseph, when he is in jail, he is just sitting there every day, and from morning till evening he is just thinking about the past, the good time he had with his father, and how horrible the brothers were, and how the lady accused him things he never done. Oh God, how I ended up in all these things. So that is not what he did. What he did is, there is no record that he remembered the past. Even then there was an opportunity for him to remember and pay a kind of vengeance and revenge upon his brothers. He said, don't worry about it. He's not worried about the past. And when things were going on like this, in the jail, what was he doing? He was doing things that made other people notice him. The jailer noticed him. And he's not a depressed man. He could be very depressed. And normal people who is thinking on the past only becoming depressed in their life. Thinking and reflecting on the past only make you depressed in your life. So he's not depressed, and he's actively engaging in things for the present, and people are noticing it, and they are putting him in charge of things. So that's the difference between the people who dwell on the past and the people who can forget the past. So that is why it is important to forget the past, because the past is a hindrance for the present and for the future. And the past is going to make all of us depressed, because there is nothing good in the past. And some people, let's say that some people have a good past. Maybe some people have so much victories in their life, like good education, good job, great achievements comparing to other people. And let's say that people who are reflecting on those success in their past, they will never improve, because they don't see the need to improve. So whether we have a good past or a bad past, if you and I want to improve in our life and achieve something better than today, whatever we achieved until now, if you wanted to do something better, then we definitely have to forget the past. The past has no real value in the present, but there are lessons that we can learn from the past. That is why Apostle Paul is saying that it's important that we have to forget the past and focus on the future. Now I will just bring one more example, and then I will end here, and then we will spend time in our general body. Let's look into the life of the prodigal son. He had a past. Prodigal son, he had a good past and a bad past. In his good past, he was with his parent, a father. We only hear about the father, not the mother. And a good time, and then suddenly his brain began to work in a wrong direction, and he went into situations that he didn't desire to be, and then ultimately something really horrible happened. If he was just reflecting on the past and sitting there, and past is going to make us all afraid and fearful. That would have happened to this man. He would never come back to his father's house. He would feel, he will have all kinds of speculations in his mind. What will his father do, whether he accepts me or not? And I wasted everything. I'm sure my brother is going to be upset with me. But he forgot the past. He forgot the past. I know the past has impact, and there is a price to pay for the past, but he forgot the past, and then it helped him to say that I will rise up and go back to my father's house. How many people there eat and they are enjoying their life, and here I am perishing among these pigs, and I am not going to sit here dwelling on my past. So this message is applicable to us today.
in our individual life and also in our church life as well. If we wanted to make any progress in our life, we have to forget about our past. Past is limitations. Past is all limitations. We were limited somehow by our own wills or by others, what they have done to us, or in any other circumstances. We went through so many limitations, and the future, we have unlimited potentials, unlimited opportunities. Because just like when Brother Wilson was leading the prayer, he said, our God is very powerful. There is no limitations in God. And when we do the will of God, and God said, I'm going to do a new thing in your life. I'm going to do a new thing. We will talk about that more next week. In order for me to do this new thing, you have to do one thing first, and that is to forget the past. I don't know personally what kind of life each and every one of us have, but I do know that I don't have any horrible past as such, but I'm always dissatisfied. I learned that only dissatisfaction brings change. If you are satisfied, that never bring any change, because you're satisfied. I told my wife so many times when she was working, I said, oh, you have to take a BSN. She said, I don't want to go to school. I'm happy, I'm working, I'm happy with the way I am. And I encouraged her so many times. I said, you take a BSN, take a MSN, take a doctoral degree. And I tell my children to do the same. I tell anybody who comes to me that you need to go above and beyond where you are, because there is a lot of capacity in you. One thing about the human brain is such, if you don't use it, you lose it. If you use it, it's just like an elastic. It will stretch as much as you want to stretch it. So, I am always dissatisfied. And there were times that I could not release any of my work. Like if I'm writing a paper that I wanted to send it to my professor, I'm always worried, oh, did I make a mistake here? I'm always dissatisfied. So dissatisfaction is actually good. It's good because it brings improvement. It brings improvement. It challenges you to do your best. And so somehow I learned that someday I have to learn to release my work and send it to others. Even that report I was writing, I was working on it so many hours, and so I thought maybe it's time to release it. Maybe I missed something, and if I miss something, we'll add it later. So when you are dissatisfied, you always look for opportunities of growth, because we have to be dissatisfied about church too. Because that is when we do things to make progress. We have to be dissatisfied about the small numbers. It's okay to be dissatisfied. We want more numbers. So that is when we begin to work. So if we are satisfied with because the promise of God is where 2 or 3 people come together, there I am. So I am satisfied. We have to get dissatisfied. We have to say, God, I'm dissatisfied because we need more members. So when we have to be dissatisfied with our spiritual growth, we have to say, God, I want to get deeper into the Word. I don't know so much about, or as much as I should know. We have to get dissatisfied. Or we have to get dissatisfied about any other things where you wanted to make improvements in your life. Maybe we have to get dissatisfied with this one service. We need more service. Dissatisfaction is okay, and it is good, it is healthy. But dissatisfaction is become a problem only when we use it destructively. But God expects us God is leading us to satisfaction. But in the meantime, there is a process where you get dissatisfied. Then you do improvement, then you get satisfaction. So past is actually good.
in one way we learned a lot of things, but we cannot continue to dwell on the past. We have to get dissatisfied, and we have to focus all our attention and energy into the future. And God will do a new thing in your personal life. God will do a new thing in our church, and we will definitely grow, and we will definitely become big. Every time we come together, we will get into deeper and deeper spiritual experiences. We don't want to be shallow Christians. We want to be Christians who are solid Christians. So in Christians in whose life there is the power and the presence of God is operating. To do that, let us forget the past, and I am just going to pray and close the service here, and then immediately after that we will have our general body meeting. കർത്താവേ, നല്ല ദൈവമേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ, ഞങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ അറിയിക്കുവാൻ, ദൈവവചനത്തിൽ കൂടി ഞങ്ങൾക്ക് കേൾക്കുവാൻ, ശ്രദ്ധിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. കർത്താവേ, അവിടുത്തെ കൃപ തന്ന് ഞങ്ങളെ വഴി നടത്തണമേ. ഈ സഭയെ അവിടുന്ന് അനുഗ്രഹിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ കൃപകൾ ഞങ്ങൾ അധികം ആഴത്തിലേക്ക് പ്രാപിക്കുവാൻ, ദൈവവചനത്തിന്റെ അഗാധമായ അറിവിലേക്ക് ഞങ്ങൾ നീങ്ങുവാൻ, കർത്താവേ, ഞങ്ങളിൽ ഇപ്പോഴുള്ള ഞങ്ങളുടെ അറിവുകളെ ഒക്കെ മറന്ന് ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക്, ദൈവകൃപയുടെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് മുൻപിലുള്ളതിലേക്ക് ആഞ്ഞ് ക്രിസ്തുയേശുവിൽ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്ന് നടക്കുന്ന ജനറൽ ബോഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരാഴ്ചക്കാലം ഞങ്ങളെല്ലാവരെയും അതിശയകരമായി അത്ഭുതകരമായി കാത്തു സൂക്ഷിക്കണമേ. യാത്രകളിൽ കർത്താവെ, ഓരോ വ്യക്തികളും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം ഉണ്ടാകുന്നതുകൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.